പ്രിയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ നിങ്ങളെ എവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദ്യതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പെന്തക്കോസ്തിക്ക് ശേഷം 7-ാം ഞായറാഴ്ച ആണ്. അതോടൊപ്പം തന്നെ മാർ ശിമോൻ ദസ്തുനോയുടെ ഓർമ്മ ദിവസവുമാണ്. ഇന്നത്തെ ദിവസം നാം എവൻഗേലിയോൻ മേശയിൽ വായിച്ചു കേൾക്കുന്നതായ വേദഭാഗം വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വേദഭാഗം ആണ്. യേശു പോകുന്നിടത്തെല്ലാം ധാരാളം ജനങ്ങൾ വന്നു കൂടിക്കൊണ്ടിരുന്നു. അവർ വ്യത്യസ്ത താല്പര്യങ്ങൾ ഉള്ളവരായിരുന്നു എന്ന് നമുക്ക് അറിയാം. രോഗസൗഖ്യത്തിനായി വന്നവർ, വിശപ്പിന് എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതി വന്നവർ, മോശയുടെ കൽപ്പനകൾ ലംഘിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നവർ, അവൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ട് ആസ്വദിക്കാൻ വന്നവർ. യേശുവിൻ്റെ ചാർച്ചക്കാർ യേശുവിന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞു. യേശുവിൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 7-ാം അധ്യായം 5-ാം വാക്യം. ശാസ്ത്രിമാർ യേശുവിന് ബെൽസെബൂൾ ഉണ്ട് എന്നും ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്നും പറഞ്ഞു. മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 3-ാം അധ്യായം 22-ാം വാക്യം. 3 ആരോപണങ്ങളാണ് യേശുവിന് എതിരായി ഉന്നയിച്ചത്. യേശുവിന് ബുദ്ധിഭ്രമമുണ്ട്. രണ്ടാമത്തത്, യേശുവിനെ അശുദ്ധാത്മാവ് ബാധിച്ചിരിക്കുന്നു. മൂന്നാമത്തത്, യേശു സാത്താൻ്റെ ദല്ലാളാണ്. ഈ ആരോപണങ്ങളെ യേശു നേരിട്ടത് മറുചോദ്യങ്ങളാൽ ആണ്. ഒരു രാജ്യം തന്നിൽ തന്നെ ചിത്രിച്ചാൽ ആ രാജ്യത്തിൽ നിലനിൽക്കുവാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഒരു വീട് തന്നിൽ തന്നെ ചിത്രിച്ചാൽ ആ വീടിന് നിലനിൽക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. മർക്കോസ് 3-24 മുതൽ 27 ഭാഗത്ത് അത് എഴുതിയിരിക്കുന്നു. ഭൂതങ്ങളെ പുറത്താക്കുന്ന യേശുവിൻ്റെ നടപടി സാത്താനെ തോൽപ്പിക്കുന്നതിന് തുല്യമാണ്. യേശു സാത്താൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് അവനെ ബന്ധിക്കാതെ സാത്താനെ പുറത്താക്കാൻ സാധിക്കില്ല എന്നത് നാം മനസ്സിലാക്കണം. യേശു പിതാവിൻ്റെ ഏകജാതനാണ്. അവൻ നമ്മുടെ രക്ഷയ്ക്കായി വന്നവനാണ്. അവനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നതായിരുന്നു സത്യം, പ്രത്യേകിച്ച് അധികാരികൾ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പാപം ചെയ്യുന്നവൻ സാത്താൻ്റെ സന്തതിയാകുന്നു എന്ന് യോഹന്നാൻ 3:8. ആയതിനാൽ പാപം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നാം ആദ്യമായി ചിന്തിക്കേണ്ടത്. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി. കൊലോസ്യർ 1:13 ഇത് പറയുന്നുണ്ട്. നാം ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ ആയിരുന്ന നമ്മളെ അവൻ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കിയ ആ ഒരു അനുഗ്രഹം മനസ്സിലാക്കി അവനിലേക്ക് അടുത്ത് ചെല്ലുകയാണ് വേണ്ടത്. അടുത്ത കാര്യം, ഇനി നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. എഫേസ്യർ 2:19 അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നാം അന്യന്മാരും പരദേശികളും ആകാതിരിക്കണമെങ്കിൽ നാം നമ്മുടെ കർത്താവിനെ തിരിച്ചറിയണം. അവനെ തിരിച്ചറിഞ്ഞാൽ അവൻ്റെ ഇഷ്ടപ്രകാരം നമുക്ക് ജീവിക്കുവാൻ സാധിക്കും എന്നതിന് യാതൊരു സംശയമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. നാം വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ ആയിത്തീരും. പരിശുദ്ധാത്മാവിന് എതിരായി ഭൂഷണം പറയുന്നവന് ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാവും. മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 3-ാം അധ്യായം 29-ാം വാക്യവും മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യവും നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകും. പരിശുദ്ധാത്മാവിനെ എതിരായി പ്രവർത്തിക്കുന്നവന് നരകശിക്ഷ ഉണ്ടാകും എന്ന് ഇവിടെ എടുത്ത് പറയുന്നു. ഇവിടെ കാണുന്നത് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അന്നുണ്ടായിരുന്ന അധികാരികളുടെ ജനങ്ങളിൽ ഉണ്ടായിരുന്ന നിയന്ത്രണം ഇല്ലാതെ പോകുമോ എന്നുള്ള പേടിയാണ്. ഇന്നും നമുക്ക് നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള രീതി കാണുവാൻ കഴിയും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ന്യായപ്രമാണ
കൽപ്പനകൾ ലംഘിക്കുന്നത് പാപമാണ് എന്നാണ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2 മുതൽ 17 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്കത് വളരെ ക്ലിയർ ആവും. സഭയുടെ 7 കൽപ്പനകൾ പാലിക്കാതെ ജീവിക്കുന്നത് പാപമാണ്. 14 ജീവകാരുണ്യ പ്രവൃത്തികൾ അനുഷ്ഠിക്കാതിരിക്കുന്നതും പാപമാണ്. പാപം പല വിധത്തിൽ ആണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തേത് നൈസർഗികമായത്, അതായത് റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് വളരെ ക്ലിയറായി മനസ്സിലാകും. അത്യാസക്തിയാൽ ഉണ്ടാകുന്നത് യാക്കോബ് ശ്ലീഹായുടെ പൊതു ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് അത് മനസ്സിലാകും. അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്നു ലൂക്കോസ് എവൻഗേലിയാസ്തായുടെ രക്ഷാസുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യം. മനഃപൂർവ്വമായി ചെയ്യുന്ന പാപം അപ്പോസ്തല പ്രവൃത്തികൾ 5-1 മുതൽ 11 വരെയുള്ള വേദഭാഗം കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. അനന്യാസിൻ്റെയും സഫീരയുടെയും സ്ഥലം വിറ്റതിന് ശേഷം അവർ കള്ളം പറഞ്ഞതിനെ തുടർന്നുള്ള ഭാഗമാണ് ഇവിടെ എടുത്തു പറയുന്നത്. പാപം ചെയ്യുന്നവർക്ക് നിത്യാഗ്നി ലഭിക്കും എന്നതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിനാൽ പ്രവർത്തിക്കപ്പെടുന്ന അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ആണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടും അവനെ തിരസ്കരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. ഇവിടെ നാം കണ്ടത് പാപം ചെയ്യുന്നവർ സാത്താൻ്റെ പുത്രന്മാരാകുന്നു, അവൻ്റെ സന്തതികളാകുന്നു എന്നുള്ളതാണ്. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ചത് നമ്മുടെ കർത്താവാണ്. ഇനി നമ്മൾ അന്യരും പരദേശികളും അല്ല എന്നുള്ള വിവരം നാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നാം നമ്മുടെ രക്ഷിതാവ് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കുരിശുമരണം സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് അവൻ കാര്യസ്ഥനെ നമ്മളിലേക്ക് അയച്ച് നമ്മുടെ അന്ന് ഉണ്ടായിരുന്നതായ അപ്പോസ്തലന്മാരും ആദിപിതാക്കന്മാരും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാവരും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് അവർ പ്രവചിച്ചതായി നമുക്കേവർക്കും അറിയാം. നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ലഭിക്കുന്നത് നമ്മുടെ മാമോദീസയിലൂടെയാണ്, മൂറോൻ അഭിഷേകത്തിലൂടെയാണ്. നമ്മൾ ചെയ്യുന്നതായ പാപങ്ങൾ മോചിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മൾ കുമ്പസാരിക്കലിലൂടെയാണ്. ഓരോ കുമ്പസാരവും നമ്മളുടെ ഓരോ പുതിയ മാമോദീസായാണ് എന്ന് വേണം നമ്മൾ കരുതുവാൻ. അതായത് മാമോദീസ ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലഭിക്കുകയില്ല. എന്നാൽ കുമ്പസാരത്തിലൂടെ നമ്മൾ ഒരിക്കൽ പാപത്തിൽ നിന്നും ദൈവത്തിൻ്റെ മക്കളായി തീർന്നത് പാപത്തിലൂടെ എഗെയിൻ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അതിൽ നിന്നും തിരിച്ചു വരുവാനുള്ള ഏകമാർഗമാണ് കുമ്പസാരം. അത് സത്യസന്ധതയോടുകൂടി കുമ്പസാരിക്കുകയും നമ്മളുടെ പാപങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിന് നാം ചെയ്യേണ്ടതൊന്ന് മാത്രമേ ഉള്ളൂ, ചെയ്ത പാപങ്ങളെ ആവർത്തിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നാം ചെയ്യേണ്ടതായ വലിയൊരു കാര്യമുണ്ട്. ഇടപെടാതെ പ്രാർത്ഥിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതിനായിട്ട് നമുക്ക് മുമ്പോട്ടും നമ്മുടെ ബാക്കിയുള്ള ജീവിതം അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.